ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ എളിമ എന്താണ്? ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതാണ്, അഥവാ ദൈവഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ എളിമ. പെസഹ ദിവസത്തിലേക്ക് അടുത്തിരിക്കുന്ന നാം ഈശോയുടെ ഗെത്സെമനെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈശോ അവിടെ യഥാർത്ഥമായിട്ട് എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള തിരുവചനത്തിൽ, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തു നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ വീണു. ഈശോ ഇവിടെ ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് കീഴ്പ്പെടുകയാണ്. അവിടുന്ന് പൂങ്കാവനത്തിൽ വെച്ച് രക്തം വിയർത്ത് സ്വന്തം ആഗ്രഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെടാതെ ആ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടം, യഥാർത്ഥ എളിമ അവിടെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ, ദൈവത്തിൻ്റെ മാലാഖയായ ലൂസിഫർ ആ ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിരുന്ന, എല്ലാം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ മാലാഖ ദൈവത്തേക്കാൾ വലിയവനാകാൻ ആഗ്രഹിച്ചു. അവൻ അവിടെ പറയുന്നുണ്ട്, നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിലെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. ആ മാലാഖയ്ക്ക് ഉണ്ടായ പ്രലോഭനം ദൈവത്തേക്കാൾ വലിയവൻ ആകാൻ ആഗ്രഹിച്ചു. ഇത് തന്നെയാണ് ഏദനിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്കുണ്ടായ പരീക്ഷണവും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അവിടെ മാലാഖയ്ക്ക്, ലൂസിഫർ എന്ന മാലാഖയ്ക്ക് സംഭവിച്ചത്, ദൈവത്തേക്കാൾ വലിയവൻ ആകാൻ ആഗ്രഹിച്ചെങ്കിൽ ഇവിടെ സാത്താൻ ഇവരെ ടെംപ്റ്റ് ചെയ്യുന്നത് ദൈവത്തെപ്പോലെ ആകാൻ ഉള്ള ഒരു ആഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ അഹങ്കാരം മുളയെടുത്തു. എന്നാൽ നമ്മുടെ കർത്താവ് യഥാർത്ഥ എളിമ എന്താണെന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. ഇവിടെ ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ, അതായത് സാത്താനും നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്കും ഉണ്ടായ പരീക്ഷണങ്ങളെ നേരെ കീഴ്പ്പെടുത്തി അവിടുന്ന് ഏറ്റവും അധികം വിനീതനായി എളിമപ്പെട്ട് ഒരു അടിമയെപ്പോലെ മരണം വരെ, അത് കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താതെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്നതാണ് യഥാർത്ഥ എളിമ. ഈശോയും അത് തന്നെയാണ് ചെയ്തത്. ആ ദൈവീക സ്ഥാനത്തിൽ നിന്ന് അവിടെ ഇറങ്ങി വന്ന്
കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് അന്തിത്താഴ വേളയിൽ തൻ്റെ ശിഷ്യരോടൊത്ത് അവൾക്ക് പെസഹ ഒരുക്കിയപ്പോൾ, തൻ്റെ ശരീര രക്തങ്ങൾ അവർക്കായി ഭാഗിച്ചു കൊടുത്തപ്പോൾ കർത്താവ് ചെയ്തത് ഇത് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്തെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. ഇവിടെ വലിയ ഒരു രഹസ്യം പറയുകയാണ്. അത്താഴത്തിന് ഇടയിൽ അവൻ എണീറ്റ്, അതായത് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് എണീറ്റ് മേലങ്കി മാറ്റി ആ ദൈവത്വം അവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി മനുഷ്യനായി അവിടുന്ന് ഏറ്റവും ദാസനാകുകയാണ്. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാല് കഴുകുകയോ? ആ കാലഘട്ടത്തിൽ അടിമ ചെയ്യുന്ന ദൗത്യമായിരുന്നു വീട്ടിൽ വരുന്നവരുടെ പാദങ്ങൾ കഴുകി അവരെ തുടച്ച് വീട്ടിലേക്ക് അതിഥികളായി സ്വീകരിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു അടിമയെപ്പോലെ അവിടുന്ന് നമ്മുടെ പാദങ്ങൾ കഴുകി തുടച്ച് ആ എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ്. ദൈവത്വം കൊണ്ട് നമ്മളെ തുടയ്ക്കുകയാണ്. 12-ാം വചനത്തിൽ പറയുകയാണ്, അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ചു സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, ഈശോ തൻ്റെ ദൈവത്വമെല്ലാം മാറ്റിവെച്ച് ഒരടിമയെപ്പോലെ ശുശ്രൂഷ ചെയ്ത ശേഷം വീണ്ടും സ്വസ്ഥാനത്തിരുന്ന് ആ സ്വർഗത്തിലേക്ക് അവിടുന്ന് ഇരുന്ന് ആ മേലങ്കി ധരിച്ച് ദൈവത്വം ധരിച്ചുകൊണ്ട് അവിടുന്ന് അവരോട് പറയുകയാണ്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ദൈവമായ കർത്താവ് നമുക്ക് ഒരു മാതൃക നൽകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക നൽകുകയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷകരായി, കർത്താവിൻ്റെ ശിഷ്യരായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട മനോഭാവം എന്താണെന്ന് ഇവിടെ പറയണം. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. എന്നിട്ട് പറയാണ്, മത്സര്യമോ വ്യർത്ഥാപമാനം മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അപ്പം നമ്മൾ ഓരോരുത്തരെയും മറ്റുള്ള ഓരോ വ്യക്തികളെയും നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതി കഴിയുമ്പോൾ ദൈവരാജ്യം അവിടെ സ്ഥാപിതമാകുകയാണ് ചെയ്യുന്നത്. സാത്താൻ ഏറ്റവും ഭയന്ന് വിറയ്ക്കുന്നത് എളിമയുടെ മുമ്പിലാണ്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. എന്നിട്ട് പറയണം, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. അപ്പം നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ മാത്രം നോക്കി പോകുമ്പോഴാണ് അവിടെ സ്വാർത്ഥത വരുന്നത്, പാപങ്ങൾ വരുന്നത്, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത്. ഇവിടെ പറയണം, മറ്റുള്ളവരുടെ താല്പര്യവും കൂടെ നമ്മൾ നോക്കി പരസ്പരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ വരികയാണ്, ദൈവരാജ്യം വിസ്തൃതമാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ ത്യജിക്കുമ്പോൾ ദൈവഹിതം നമ്മളിൽ പൂർണ്ണമായിട്ട് നിറവേറുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ എളിമ. അല്ലാതെ
നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ വിനീതമായി പോയി നിൽക്കുന്നതല്ല യഥാർത്ഥ എളിമ. ദൈവത്തെ അനുസരിക്കുന്നതാണ്, ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് കീഴ്പ്പെടുന്നതാണ്, നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വയ്ക്കുക എന്നതാണ് യഥാർത്ഥ എളിമ. ഈശോ തൻ്റെ പെസഹ വേളയിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ച ശേഷം അവിടുന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ഒരു തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ ഈശോ പറയുകയാണ്, ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിശീലിക്കുന്നവനോ ആരാണ് വലിയവൻ? അപ്പോൾ നമുക്കെല്ലാം അറിയാം, ഭക്ഷണത്തിനിരിക്കുന്നവനാണ് വലിയവന്. ഇവിടെ ഈശോ പറയുകയാണ്, ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിശീലിക്കുന്നവനെ പോലെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ പരിശീലിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവരാജ്യം വികസിക്കുകയാണ് ചെയ്യുന്നത്, ദൈവം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യണം. നമ്മളിലെ ഞാൻ കുറഞ്ഞു വരുമ്പോൾ, ഈശോ നമ്മളിൽ വളർന്ന് വരുമ്പോഴാണ് ദൈവരാജ്യം വികസിക്കുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഇവിടെ പറയാണ്, നമ്മളിലെ ബാഹ്യമനുഷ്യൻ ഓരോ ദിവസവും ക്ഷയിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയും ദൈവരാജ്യം വളരുകയും നാം എളിമപ്പെടുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നാം മനുഷ്യൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കുമ്പോൾ ദൈവരാജ്യം വളരുകയാണ്. ഈശോ അത് തന്നെയാണ് തന്നെ പീഡിപ്പിച്ചവരുടെ മുമ്പിൽ കുരിശിൽ കടന്നപ്പോൾ പടയാളികളും മറ്റുള്ളവരും അവിടുത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അവിടുത്തെ എല്ലാവരും പരിത്യജിക്കുകയാണ്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ ദൈവപുത്രനായിരുന്നു, അവിടത്തേക്ക് വേണമെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു. പക്ഷേ അവിടുന്ന് ആ അപമാനങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങി ഏറ്റവും അധികം എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് കുരിശ് സന്തോഷത്തോടെ സ്വീകരിച്ചു. പടയാളികൾ അവിടുത്തെ കുത്തി മുറിവേൽപ്പിച്ചപ്പോഴും, ഞാങ്ങണ കൊടുത്ത് അടിച്ചപ്പോഴും, മുൾക്കിരീടം വെച്ചപ്പോഴും അവിടുന്ന് അതെല്ലാം മിണ്ടാതെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഈശോ ഇവിടെയെല്ലാം മൗനം പാലിക്കുകയാണ് ചെയ്തത്. കാരണം വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങളെല്ലാം അവിടുത്തെ നിറവേറണം. അവിടുന്ന് മൗനമായി സഹിക്കുമ്പോഴാണ് ദൈവം അവിടുത്തെ ഏറ്റവും അധികം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനത്തിൽ, മനുഷ്യപുത്രനായതുകൊണ്ട് അവന് വിധിക്കാനുള്ള അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. കാരണം എന്തായിരുന്നു മനുഷ്യപുത്രൻ്റെ പ്രത്യേകത? നമ്മിൽ ഒരുവനായി പീഡകൾ മുഴുവൻ സഹിച്ച് ഏറ്റവും അപമാനമായി കുരിശിൽ തറയ്ക്കപ്പെട്ട് അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ രാജാവായി മാറിയപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും കർത്താവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങുകയാണ്. യഥാർത്ഥ എളിമയുടെ മുമ്പിൽ. യഥാർത്ഥത്തിൽ കർത്താവ് മഹത്വപ്പെടുന്നത് എപ്പോഴാണ്? അവിടുന്ന് കുരിശിൽ അപമാനിതനായി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് മഹത്വപ്പെട്ടത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24 മുതലുള്ള തിരുവചനം, പ്രത്യേകിച്ച് 26-ഉം 27-ഉം വചനത്തിലൂടെയെല്ലാം നാം കടന്നു പോകുമ്പോൾ, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുരിശിലെ പീഡകളാണ്. അതാണ് യഥാർത്ഥ എളിമ, അതാണ് യഥാർത്ഥ മഹത്വം. നമ്മുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന വേദനകൾ നമ്മൾ പരാതി കൂടാതെ സഹിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നാം എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മൾ വിചാരിക്കാത്ത സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം,
ചിലപ്പോൾ കൂടെ നിന്നവർ നമ്മളെ ഒറ്റിക്കൊടുക്കുകയോ പരിഹസിക്കുകയോ സാമ്പത്തിക കടബാധ്യതകളോ ഇവയെല്ലാം ഉണ്ടാകുമ്പോഴായിരിക്കാം. ഈ സമയങ്ങളെല്ലാം നാം ദൈവത്തോട് കൂടെയായിരിക്കുന്ന സമയങ്ങളായിരിക്കാം. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയൊരവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണോ, അതോ ദൈവഹിതത്തിന് നാം പൂർണ്ണമായി കീഴടങ്ങുന്നതാണോ? അവ നമ്മൾ സന്തോഷത്തോടെ സഹിക്കുമ്പോഴല്ലേ നമ്മളിൽ യഥാർത്ഥ എളിമ എന്ന് പറയാൻ സാധിക്കുന്നത്. അതല്ലേ യഥാർത്ഥ എളിമ. ദൈവം എന്ത് നമുക്ക് തന്നാലും ഈശോയെ നിനക്ക് വേണ്ടി നമ്മൾ അവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്യാതെ, ചോദ്യങ്ങൾ ചോദിക്കാതെ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് ചോദ്യങ്ങൾ ചോദിക്കാതെ, ഈശോയെ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിന്നു കൊടുക്കുന്നതല്ലേ യഥാർത്ഥ എളിമ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-32 വരെയുള്ള തിരുവചനത്തിൽ യാക്കോബ് ദൈവവുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. ആ മൽപ്പിടുത്തത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ലെന്ന്. എന്നാൽ ഈശോ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39-45 വരെയുള്ള തിരുവചനത്തിൽ ഗെത്സേമനയിൽ വെച്ച് അവിടുന്ന് ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അവിടുന്ന് അനുഗ്രഹങ്ങളൊന്നും തട്ടിയെടുക്കുന്നില്ല. അവിടുന്ന് ആ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിനെ പോലെ നമ്മൾ അനുഗ്രഹം തട്ടിയെടുക്കണോ, അതോ ഈശോയെപ്പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്വഴങ്ങുന്നവരായി മാറണോ? നമുക്കും ഈശോയോടൊപ്പം ദൈവഹിതത്തിന് കീഴ്വഴങ്ങാം. സ്നാപക യോഹന്നാനെ പോലെ ഈശോ നമ്മളിൽ വളരുകയും നമ്മൾ കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. നമ്മൾ എത്ര ഉന്നതിയിലാണോ നമ്മൾ നിൽക്കുന്നത്, അത്രമാത്രം നാം താഴുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് നാം പാത്രമാകുന്നതും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ നിറയും. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-16 തിരുവചനത്തിൽ അത്യുന്നതനും മഹത്വപൂർണനും അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. ദൈവം വാസമർപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്? ഉന്നതത്തിലാണ്. അവിടുന്ന് ഉന്നതമായ വിശുദ്ധ സ്ഥലത്താണ് അവിടുന്ന് വാസമർപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അപ്പം നമുക്ക് അനുതാപമുള്ള ഒരു ഹൃദയം, വിനീതമായ ഒരു ആത്മാവും ഉണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലായിരിക്കും, ആത്മാവിലായിരിക്കും. അതാണ് ദൈവം പിറന്ന സ്ഥലം. ഏതാണ്? പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയമായിരുന്നു ഏറ്റവും എളിമയുള്ള സ്ഥലം. അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനത്തിൽ പരിശുദ്ധ കന്യാമറിയം ഈശോ തൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പാടുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുകൊണ്ട് സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുകയാണ്. അപ്പം നമ്മളും ഈ എളിമ നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ എളിമയുടെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് സാത്താന് ഏറ്റവും ഭയപ്പെടുന്ന ഒരു പുണ്യമാണ് എളിമ. ആ യഥാർത്ഥ എളിമ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താനുള്ള ഏറ്റവും വലിയ കുറുക്കുവഴി എളിമ തന്നെയാണ്. അതാണ് ദാനിയേൽ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്. 10-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ അവൻ പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടേത് എത്താത്തത്? ഈ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എളിമയില്ലാത്തതുകൊണ്ടാണ്.
ദാനിയേൽ എന്ന പ്രവാചകന് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പം നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും കേൾക്കും. അതാണ് പ്രഭാഷകനിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്. 35-ാം അധ്യായം 21, 22 തിരുവചനത്തിൽ, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറിയുന്നു, അത് കർത്തൃസന്നിധിയിൽ എത്തുന്നവരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല. എളിമയോടെ നാം പ്രാർത്ഥിച്ചാൽ, വിനയമുണ്ടെങ്കിലോ നമ്മുടെ പ്രാർത്ഥനകൾ കർത്തൃസന്നിധിയിൽ എത്തും. ഈ എളിമയുള്ളവരെ അന്വേഷിച്ച് തീർച്ചയായിട്ടും കർത്താവ് എത്തും, കൃപയെത്തും. എളിമയുണ്ടോ, നമ്മളെവിടെ ഒളിച്ചിരുന്നാലും കർത്താവിൻ്റെ കൃപ അവിടെ എത്തും, അവരെ ഉയർത്തും. അതാണ് നാം കേട്ടു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക എന്നെല്ലാം പറയുന്നുണ്ട്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും കർത്താവാണ്. ദൈവമാണ് ഉയർത്തുന്നത്, താഴ്ത്തുന്നതും ദൈവമാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ്, ഒരു തിന്മയാണ് അഹങ്കാരം എന്നുള്ളത്. എന്നാൽ ദൈവം ഏറ്റവും പ്രസാദിക്കുന്നത് എളിമയുള്ളവരല്ലാണ്. എളിമയുള്ളവരുടെ അടുത്ത് ദൈവം ഓടിയെത്തും. എളിമയുടെ മുമ്പിൽ സാത്താന് നിൽക്കാൻ സാധിക്കുകയില്ല. ഈശോ ഇതുകൊണ്ട് തന്നെയാണ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാന്യതനായി എഴുന്നള്ളുന്നത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് എളിമ എന്നുള്ളത്. അവിടത്തേക്ക് വേണമെങ്കിൽ കുതിരപ്പുറത്ത് വരാമായിരുന്നു, പക്ഷേ അവിടുന്ന് സ്വീകരിച്ചത് ഒരു കഴുതയാണ്. അതാണ് സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുത്തേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്യതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അവൻ വിജയശാലിയാണ്, അവൻ പ്രതാപവാനാണ്. എങ്കിലും അവിടുന്ന് വിനയാന്യതനായി കഴുതപ്പൊട്ടിയുടെ പുറത്ത് കയറി വരികയാണ്, എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ എളിമയുള്ളവരെ കർത്താവ് ഉയർത്തും. അതാണ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നത്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പം നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിച്ചാൽ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തപ്പെടും. നമ്മളെ തന്നെ താഴ്ത്താൻ ശ്രമിച്ചാലോ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉയർത്തും. അതുകൊണ്ട് നമുക്ക് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങാം. ഈശോ പിതാവായ ദൈവത്തിന് കീഴ്വഴങ്ങി ആ ദൈവഹിതം അനുസരിച്ചപ്പോൾ അവിടുത്തെ നാമം എല്ലാറ്റിനും ഉയരത്തിലാക്കി. അതാണ് വെളിപാട് പുസ്തകം 5-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനത്തിൽ, ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താതിനാൽ ഞാൻ ഏറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കുക, ഇതാ യൂദാ വംശത്തിലുള്ള സിംഹവും ദാവീദിൻ്റെ വേരും അവൻ വിജയിച്ചിരിക്കുന്നു, അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. എങ്ങനെയാണ്? അവിടുത്തെ പീഡാസഹനത്തിലൂടെ, ആ അപമാനത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവം അവിടുത്തെ അത്യധികം ഉയർത്തി. അപ്പം നമ്മളും ഓരോരുത്തരും എളിമപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തും. അതാണ് വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് യോഗ്യരാകാൻ ഏറ്റവും എളുപ്പമാർഗം എളിമപ്പെടലാണ്, ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങലാണ്. അതുകൊണ്ട് നമുക്കും ഈശോയോടൊപ്പം പിതാവിൻ്റെ സിംഹാസനത്തിന് യോഗ്യരാകുവാൻ നമ്മളെ തന്നെ എളിമപ്പെടുത്താം. ഈ ഒരു കാലഘട്ടം അതിനായിട്ട് ഏറ്റവും യോജിച്ചതാണ്. കിട്ടുന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ പരാതി കൂടാതെ എടുത്തുകൊണ്ട് അത് ദൈവമഹത്വത്തിനായി വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതിക്ക് കിട്ടിയ സഹനങ്ങളെല്ലാം കൊച്ചുത്രസ്യ പുണ്യവതി സന്തോഷത്തോടെ സ്വർഗരാജ്യത്തിലേക്ക് കൊടുത്തപ്പോൾ തിരിച്ചത് റോസപുഷ്പങ്ങളായി മാറിയതുപോലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്കും ഈ നോമ്പ് കാലത്ത് നിറയാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.